ട്വന്റി ലോകകപ്പിൽ കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 7-ന് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അഹമ്മദാബാദിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി ചാമ്പ്യന്മാരായിട്ടില്ല. ഒരു ടീമും സ്വന്തം നാട്ടിൽ കപ്പടിച്ചിട്ടുമില്ല. തുടർച്ചയായി കിരീടം നേടിയവരായിട്ടും ആരുമില്ല. ചരിത്രത്തിന്റെ പടവുകൾ താണ്ടാൻ ടീം ഇന്ത്യ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങും. ഫൈനലിലും സഞ്ജു ഷോ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. കൊൽക്കത്തയിലും വാങ്കഡയിലും തകർത്തടിച്ച കളിയിലെ താരമായ സഞ്ജു ഫൈനലിലും മിന്നിക്കുമെന്ന് കരുതാം. രണ്ട് ഒന്നാം നമ്പറുകാരുടെ ഫോം ഔട്ടാണ് ടീം ഇന്ത്യക്ക് തലവേദനയായുള്ളത്. ബാറ്റർമാരിലെ ഒന്നാം റാങ്കുകാരനായ അഭിഷേക് ശർമ്മയും ബൗളേഴ്സിലെ ഒന്നാം റാങ്കുകാരനായ വരുൺ ചക്രവർത്തിയുടെയും. പക്ഷേ ഫൈനൽ 11-ൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകുന്നത്. കന്നിക്കപ്പിൽ കണ്ണുവെച്ചാണ് കിവീസിന്റെ വരവ്. ഫിന്നലിനും സേഫേർട്ടും നൽകുന്ന ഉജ്ജ്വല തുടക്കമാണ് ടീമിന്റെ കരുത്ത്. ട്വന്റി ലോകകപ്പിൽ 3 മത്സരങ്ങളും ഇന്ത്യക്കെതിരെ ജയിച്ചെന്നതും കിവീസിന്റെ ആത്മവിശ്വാസം കൂട്ടും. നമ്മുടെ താരങ്ങളുടെ പ്രകടനത്തിനും കിവീസിന്റെ കരുത്തിനുമപ്പുറം ഇന്ത്യൻ ആരാധകർ ആശങ്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. മത്സരം നടക്കുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എന്നതാണ്. ഇതിന് കാരണം സമീപകാലത്ത് ICC ടൂർണമെന്റുകളിൽ ഇന്ത്യ തോറ്റത് 2-2 മത്സരങ്ങളാണ്. ആ 2 മത്സരങ്ങൾ നടന്നത് ഇതേ സ്റ്റേഡിയത്തിൽ എന്നതാണ്. പക്ഷേ എപ്പോഴൊക്കെ ഒരു മലയാളി ടീമിലുണ്ടോ അന്നൊക്കെ ടീം ഇന്ത്യ കപ്പടിച്ചിട്ടുണ്ടെന്ന മറ്റൊരു അന്ധവിശ്വാസം കൂടിയുണ്ട്. സഞ്ജു കൂടെയുള്ളപ്പോൾ എന്തായാലും ആ അന്ധവിശ്വാസത്തിനായിരിക്കും ഇന്ത്യൻ ആരാധകർ, മലയാളി ആരാധകർ കൂടുതൽ മുൻതൂക്കം നൽകുക. അഹമ്മദാബാദിൽ നിന്ന് വരുണിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.